വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. നമ്മുടെ കാര്യക്കാരെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം. നസീറിക്ക, പ്രചോദേട്ട, അഭിജികടൻ ചേട്ടാ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ വേദിയിൽ ഇനി ഒരു കിടിലൻ സ്കിറ്റുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു ശംഭു ചേട്ടൻ, ഷാജി ചേട്ടൻ ആൻഡ് ദീപ്തി ചേച്ചി. ഇത് ഐറ്റം വേറെ. രാത്രിലില്ലികൾ പൂത്ത പോൽ ഒരു മാത്രയിനിയോ രാത്രിലില്ലികൾ പൂത്ത പോൽ ഒരു മാത്രയിനിയോ. ഞാൻ ഈഞ്ഞിക്കൽ തറവാട്ടിലെ ഗംഗാധരന്റെ മകൾ അഡ്വക്കേറ്റ് ഉഷ മേനോൻ. ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുമ്പോൾ അത് വിജയം, നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തിന്മ. എങ്ങനെയുണ്ട്? മനസ്സിലായില്ലേ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. അയ്യോ, പ്രശസ്ത നാടക നടിയാണ് കല്ലറ ദിവ്യപ്രഭ. പക്ഷെ മനസ്സിലായില്ല കേട്ടോ. ഇല്ലല്ലേ? അത് മനസ്സിലാവാത്ത കാര്യം എന്താണെന്നറിയോ? കല്യാണം കഴിഞ്ഞപ്പോ ഭർത്താവ് പറഞ്ഞു നാടകം അങ്ങ് നിർത്താൻ പറഞ്ഞു. അതുകൊണ്ട് നാടകം അങ്ങ് നിർത്തി. പിന്നെ അതുകൊണ്ടാണ് എന്റെ മനസ്സിലാവാത്തത്. പിന്നെ ഒരു വിഷയമുണ്ട് കേട്ടോ. ഈ നാടകം നിർത്തിയതിന് ശേഷം എനിക്ക് ചെറിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും അറിയാതെ നാടകം കയറി അങ്ങ് വരും. ഇപ്പോഴത്തെ ഒരു വിഷയം അതേ ഉള്ളൂ. എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. കാവിലമ്മേ തുണയ്ക്കണേ. പ്രാർത്ഥിക്കാൻ ഭയങ്കര പേടിയാ. എന്താ? ഇന്നാളൊരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചു, കാവിലമ്മേ എന്റെ ഭർത്താവിനൊന്നും ഉണ്ടാവല്ലേ. കാവിലമ്മ കേട്ടത് മാറിപ്പോയി. ഇവിടെ ഒന്നും ഉണ്ടാവില്ലേ, എങ്ങോട്ടെങ്കിലും അങ്ങ് പോണോന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തൊട്ട് എന്റെ ഭർത്താവ് ഇവിടെ ഇല്ല. എവിടെ പോയെന്നാ? ഒരു പെണ്ണാറ്റി ചാറ്റിങ്. ഉറങ്ങമ്മൻ ചാറ്റിങ്, കിടക്കമ്മൻ ചാറ്റിങ്, ഉണ്ണുമ്മൻ ചാറ്റിങ്, എവിടെ പോയാലും ചാറ്റിങ് ചാറ്റിങ് ചാറ്റിങ്. പക്ഷെ ഞാൻ എല്ലാ സ്ത്രീകളെ കണക്ക് കാണിച്ചില്ല. സോഷ്യൽ മീഡിയയിൽ വന്നൊരു വിഷയം ഉണ്ടാക്കിയേ ഇല്ല. ഞാനൊരൊറ്റ കാര്യം മാത്രമേ അങ്ങോട്ട് ചെയ്തുള്ളൂ. ഈ ചാറ്റ് ചെയ്ത പെണ്ണിനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി എന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, വിട്ടോളണം എന്റെ സെക്രട്ടറിന്ന്, വിട്ടോളണം എന്റെ സെക്രട്ടറിന്ന്. അങ്ങനെ പോയി. പക്ഷെ ഇപ്പോ അമ്മ താറാവ് കുഞ്ഞു താറാവുകളെ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ എന്റെ മക്കളെ പോറ്റുന്നു. സ്വാഭാവികം. ആരോടും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ മഞ്ഞിൽ മായുന്ന മൂകസന്ധ്യേ ഈറന്നിലാവിൻ ഹൃദയത്തിൽ നിന്നൊരു പിൻവിളി കേട്ടില്ലേ. മറുമൊഴി മിണ്ടിയില്ലേ. ആരോടും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ. എടി ഞാൻ അല്ല ഞാൻ എനിക്കും കൂടെ താടി. എന്തോന്ന് നീ ചവച്ചരച്ച് തിന്നണത്? ഞാൻ നിങ്ങളെ കണ്ടപ്പോ എന്റെ ദേഷ്യങ്ങളെല്ലാം ഞാൻ കടിച്ചമർത്തിയതാ. സമാധാനമായി. ദേഷ്യം മൊത്തം ഇവള് ചവച്ചരച്ച് തിന്ന്. ഇനി സന്തോഷം മാത്രം. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്നെ എന്റെ മക്കളെ അനാഥരാക്കിട്ട് നിങ്ങൾ ഓരോരുത്തരോട് അടിച്ച് ഇറങ്ങിപ്പോയില്ലേ? അങ്ങ് പോ, ഇവിടുന്ന് പോ 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 പോ. പറഞ്ഞാണ് ചാറ്റിങ്ങിന്റെ പ്രശ്നത്തിൽ എന്നെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞില്ലേ? വേറൊരു സംഭവം ഉണ്ട്. അതാണ് മെയിൻ പ്രശ്നം. ഈ സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നാടകം കയറി വരുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്റെ പൊന്നപ്പി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും മാത്രമല്ല 24 മണിക്കൂറും നാടകമാ. ഒന്നും പറയണ്ട. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കാൻ നേരത്ത് സന്തോഷത്തോടു കൂടി ഒന്ന് ദേഹത്ത് കൈവച്ച് അപ്പോൾ ഇവിടുന്ന് ചാടി നടിച്ചിട്ട് പറയും, അല്പസമയം നിങ്ങൾക്കും ഞങ്ങൾക്കും വിട്ട വേണ്ട. എന്നിട്ട് ഇറങ്ങി ഒരൊറ്റ പോക്ക്. ഇറങ്ങിപ്പോയിട്ട് കുറേ കഴിഞ്ഞ് വരും. കഴിഞ്ഞ് വന്നിട്ട് പറയും, അടുത്ത ലൈറ്റ് ഓഫോട് കൂടി നാടകം തീർന്നു. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്നിറങ്ങും. പിന്നെ കൂർക്കമ്പലിയാണ്. ഒരു ദിവസം പാതിരാത്രി ഉറക്കത്തിന് ഞാൻ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോഴല്ലോ എന്റെ നെഞ്ചത്തിരിക്കുന്നു, വാക്കത്തി കഴുത്തിൽ വെച്ചിരിക്കുന്നു. എന്റെ ഇന്ത്യയിൽ നിന്ന് ഇറങ്ങി പോടാ ബ്രിട്ടീഷ് പട്ടിയെന്ന് ചോദിച്ചോൻ പറയണ കടത്തനാട്ട് മാക്കമാണെന്ന്. ഞാൻ എന്ത് ചെയ്യണം പറ, എന്ത് ചെയ്യണം? എന്നിട്ട് വരണ കേട്ടാ. എനിക്കിത് വേണം, എനിക്കിത് വേണം. പോയിട്ട്
7 മാസമായി രക്ഷ കയറി വന്നിരിക്കുന്ന എനിക്ക് വേണം എല്ലാത്തിനും കാരണം നിന്റെ ചാറ്റിങ് എല്ലാത്തിനും കാരണം. എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലടി, ചാറ്റിംഗ് ഇല്ല. എന്റെ കീപേഡ് സെറ്റ് ഞാൻ എങ്ങനെ ചാറ്റ് ചെയ്യുന്നതാണ് നീ പറയണത്? ചാറ്റ് ചെയ്യുന്ന എല്ലാത്തിനും വിഷയം ചാറ്റിങ് ചെയ്യുന്ന നാണക്കേടാണെന്ന്. എടി എന്റെ പൊന്നെ, ഞാൻ അങ്ങനെ ഒളിച്ചും പാത്തും ചാറ്റിംഗ് ചെയ്യാറില്ല. എനിക്കിത് വേദം പുതപ്പിനടിയിൽ കിടന്നുള്ള ചാറ്റോട് ചാറ്റ്. ഞാൻ ചോദിച്ച് പുതപ്പിനടിയിൽ എന്തോന്നപ്പോ എടി ഇപ്പൊ അത് മിന്നാമിനിങ്ങാണ്, അല്ലാതെ മൊബൈൽ അല്ല. മിന്നാമിനിങ്. ഇനി മുതലൊരു കാര്യം നിങ്ങളത് നിർത്തിക്കോണം. എന്താണ്? മിന്നാമിന്റെ ചന്തിക്ക് താഴെയുള്ള ഉമ്മ പകം നിർത്തിക്കോണം. ബാക്കിയുള്ളവൻ പാവപ്പെട്ട ആണുങ്ങൾ എവിടെയെങ്കിലും ഒളിച്ചോ പാത്തോ ഇരുന്ന് ഇച്ചിരി ചാറ്റോ എന്തെങ്കിലും ചെയ്താൽ വിഷയം. ഇവിടെ ഒരാളാണെന്നുണ്ടെങ്കിൽ ലോകം മൊത്തം ആൾക്കാർ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ചാറ്റ് ചെയ്യുന്നു. എന്ത് ധൈര്യത്തോടെയാണ് ചാറ്റ് ചെയ്യണമെന്ന് അറിയാവോ? അങ്ങനെ ചാറ്റ് ചെയ്യുന്ന ആര്? ശ്രീകണ്ഠ സാറ്. അയ്യോ, അത് ചാറ്റ് ഷോ. തമ്മില് നിങ്ങൾ കാണിക്കുന്ന തമ്മിൽ എന്തുവാ? ചീറ്റ് ഷോ. എടി എടി എന്നെ ഒന്ന് വിശ്വസിക്കടി. ഞാൻ നിന്റെ ഒരു കാവൽ പട്ടിയെ പോലെ ഇനി ഞാൻ എന്നൂടെ കാണും. വേണ്ട, കാവൽ പട്ടിയായിട്ട് വേണ്ട. നീ പോയതിന്റെ പിറ്റേന്ന് തന്നെ ഞാൻ പുതിയൊരു പട്ടിയെ മേടിച്ച് ഇവിടെ കെട്ടി. ലാഭാണോടി? എന്തൊരു ലാഭം? ഉള്ള പൈസക്ക് മൊത്തം പട്ടി എന്തൊരു ലാഭം. പിന്നെ തന്റെ ഒരു സ്വഭാവം ഉണ്ട്. പെൺപട്ടികളെ കാണുമ്പോൾ പുറകെ മണപ്പിച്ചൊക്കെ പൊയ്ക്കോളും. എന്റെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോ പോകുന്നൊക്കെ ഞാൻ കുറച്ച് തെറ്റ് നിന്നോട് ചെയ്തിട്ടുണ്ട്, പാവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ വേഷം കണ്ടോ, എന്റെ കുറിയെ കണ്ടോ, ഞാൻ ഇത് കണ്ടോ? ഞാനിപ്പോ ദൈവമാർഗത്തിലാണ്. ഞാൻ അമ്പലം പള്ളിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞാനാണെങ്കിൽ ഈ പാവങ്ങൾ മൊത്തം കൊണ്ടുപോയി കടലിൽ കൊണ്ടുവന്ന് കഴുകി കളഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പുറത്തല്ല പാവനാശത്താ? തിരുവനന്തപുരത്ത്, തിരുവല്ലത്ത്, പിന്നെ ആലുവ മണപ്പുറത്താ? അല്ലെന്ന്. ഗംഗാ, യമുന, കാവേരി, ഗോദാവരി അല്ല. പിന്നെ എവിടാ? ഗോവയിലെ കടലില്. പാവങ്ങൾ തീർക്കാൻ വേണ്ടി അവൻ ഗോവയെ വെച്ചിട്ട് പോണ്. അവിടെ പോയി പുതിയ പാവങ്ങൾ ഉണ്ടാക്കിയിട്ട് അവൻ ഇവിടെ വന്നു പറഞ്ഞു പാവങ്ങൾ തീർക്കാൻ പോയിന്ന്. പാവങ്ങൾ തീർക്കാൻ. അത് മാത്രമല്ല, അവിടെ മറ്റേ പെണ്ണുങ്ങളുണ്ടല്ലോ. ഏത് പെണ്ണുങ്ങള്? തെക്കിനിത്തോട്ട് നടക്കുന്ന പെണ്ണുങ്ങളെ. തെക്കിനി വള്ളി കണക്കത്ത് ഇതിട്ടോണ്ട് നടക്കൂലേ തെക്കിനി. എടി പൊട്ടി, അത് തെക്കിനിയല്ല ബിക്കിനി. എന്തായാലും നിങ്ങൾ അവളെയൊക്കെ കാണാൻ വേണ്ടിയല്ലേ പോയത്? എന്റെ മക്കൾ വരുമ്പോ പോകുന്ന നോക്ക്. എന്നാ പിന്നെ മക്കളെ വന്നിട്ട് ഞാൻ പോവാം. മക്കളെ കാണണമെന്ന് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഞാൻ നിറപറയായിരുന്നു. ഏതമ്പലത്തിലെ നിറവറ? പിന്നെ 4ാമത്തെ മകൾ സണ്ണിയായിരുന്നു. ഇവിടെയായിരുന്നു. പാതിരാത്രിയാകുമ്പോ എന്റെ സച്ചു ചോദിക്കും അച്ഛനെ കാണണം. 2ാമത്തെ മോൻ വിച്ചു ചോദിക്കുമോ അച്ഛനെ കാണണം. ഞാൻ പറയും ഞായറാഴ്ച ആവട്ടെ, അച്ഛനെ ഞാൻ കാണിച്ചു തരാം. ഞായറാഴ്ച എങ്ങനെ അച്ഛനെ കാണിക്കാൻ പറ്റും? അന്നല്ലേ പള്ളിയിൽ അച്ഛൻ പള്ളിയിൽ വരത്തുള്ളൂ. കൊണ്ടുപോയി കാണിക്കും. ആ സങ്കടം ഞാൻ അങ്ങനെ തീർക്കാൻ. ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ഒറ്റ വാക്കേ പറയാനുള്ളൂ. അപ്പൊ ബാക്കിയെല്ലാം മറന്നാ? അതല്ല, അല്പസമയം നിങ്ങൾക്കും എനിക്കും വിശ്രം. എന്തൊരു ഗതികേടെന്ന് ആലോചിച്ച് നോക്ക്. എടാ പൊന്നടാ മക്കളെ, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളൂ. ചാറ്റ് പോയിട്ട് ചായ എന്ന് പോലും മിണ്ടല്ലേ. ചാറ്റിക്കോ, പക്ഷെ ചീറ്റരുത്. മൊത്തം പണിയോ ഞാൻ കിടന്ന് അനുഭവിക്കണ 4 വാക്കും തെറിച്ച് നിൽക്കുക. ഇനി അത് വാക്കെടുക്കുമോ ദൈവമേ? അടുത്തത് ഓഹോ. അപ്പൊ എന്റെ ഊഹ ശരിയായിരുന്നല്ലേ? എന്റെ ഊഹം എന്താന്ന് പറഞ്ഞാൽ ബാക്കി പറയാം. അല്ല, ഈ നാട്ടുകാര് പറയണത് വെറുതെ അല്ലെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. നാട്ടുകാർ എന്ത് പറഞ്ഞെന്നാണ്? നിങ്ങൾക്ക് നാണുണ്ടോ മനുഷ്യ? നിങ്ങളുടെ ആദ്യ ഭാര്യ അടിച്ചിറക്കി വിട്ട് അവക്കടെ വീടിന്റെ മുറ്റത്ത് വന്നിങ്ങനെ നിക്കാനായിട്ട്. എന്റെ മക്കളെ കാണാൻ വേണ്ടിട്ട് വന്നേടി ഞാൻ. മക്കളെ കണ്ടെങ്കിൽ ഇവിടെ വന്നെ സ്കൂളിൽ പോയി കണ്ടാ പോരെ? ഇപ്പൊ എന്താ വിഷയം? നിന്റെ വിഷയം എന്തുവാ? നിങ്ങൾക്ക് എന്താ വിഷയമെന്നാ? ഉള്ള കാര്യം സത്യമായിട്ട് പറഞ്ഞോ. നിങ്ങൾ ഇപ്പോഴും അവളായിട്ട് ബന്ധമുള്ളല്ലേ? ഇല്ല. ഇല്ലേ? കള്ളത്തരം പറയരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ അവളായിട്ട് ബന്ധമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഏത് പെണ്ണിനായിട്ടാ ചാറ്റ് ചെയ്യണത്? എന്താന്ന് എടി അങ്ങനെ ചാറ്റിംഗ് ഇല്ലടി എനിക്ക്. ചാറ്റിംഗ് ഇല്ലെന്നാ? കള്ളത്തരം പറയല്ലേ? ഞാൻ ചേട്ടാ, എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത്. നിങ്ങൾ അവളായിട്ട് ബന്ധം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു ഇവിടെ വന്നത് എന്നോട് ഇപ്പൊ പറ. എന്റെ പൊന്നപ്പോ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞേക്കാം, എന്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത്. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, നിങ്ങള് ഓൺലൈനിൽ കാണുന്ന പെണ്ണുങ്ങളെ മൊത്തം ചീറ്റ് ചെയ്യുന്ന കള്ളനാനീ. വെറുതെ എന്റെ മുമ്പിൽ ചോയിറക്കല്ലേ പോലെ ഞാനിത് വേറെയാണേ. തന്നാനെ നാനെ നാനെ നാനേ, തന്നാനെ നാനെ നാനെ നാനേ, ആ തന്നാനെ നാനെ നാനെ നാനേ, ആ തന്നാനെ നാനെ നാനെ നാനേ. എന്റെ അവസ്ഥ മനസ്സിലായ? ഒരാള് സങ്കടം വരുമ്പോൾ ചിരി വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും എല്ലാം നാടകം. അടുത്ത് ഞാൻ ചെന്ന് കയറിക്കൊടുത്ത്
കൈകൊട്ടി. ഈ രണ്ടിന്റെ ഇടയിൽ കിടന്ന് ഞാൻ ചക്രചോത്തം വലിക്കുകയാണ്. എന്റെ അവധിടാ, ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിലായാണ് അനുഭവിക്കും. എന്റെ അനുഭവം ഒന്ന് കണ്ടു പഠിക്കും. അതെ, നിങ്ങൾ എന്റെ കൂടെ വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോഴേ എന്റെ അച്ഛൻ നിങ്ങളുടെ ഈ കൈമെ പിടിച്ചിട്ട് എന്താ പറഞ്ഞത്? മരുമോനെ, നിന്റെ കയ്യിൽ വിറയിലുണ്ട്, അടുക്കള ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ 2 ഒഴിച്ചു തരാം. എന്നെ കുറിച്ച് എന്താ പറഞ്ഞെന്ന്? കുറിച്ച് നിന്റെ അച്ഛൻ മാത്രമല്ല, ഈ നാട്ടുകാർ മൊത്തം പറഞ്ഞു. എന്നിട്ട് ഞാനത് കേട്ടില്ല. അതല്ലേ ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. ചേട്ടാ, നിങ്ങൾ വേറെ വർത്താനം പറയാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ അവളായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഈ വർത്താനം പറയണത്. ഇല്ലാന്ന് ഞാനും നീ മാത്രമല്ല ചാറ്റ് ചെയ്തിട്ട് തന്നെ കറഞ്ഞു നമ്മളെ ചാറ്റിംഗ് ഒക്കെ. അതെനിക്കറിയാം. എന്നിട്ട് ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യണ സമയത്തുണ്ടല്ലോ, ഞാൻ 2 ലവ് ഇമോജി ബ്ലും ബ്ലും എന്നും പറഞ്ഞേക്കും. അപ്പൊ ചേട്ടൻ 3 ലവ് ഇമോജി ബ്ലും 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 എന്നും പറഞ്ഞ് ഇങ്ങോട്ട് അയക്കും. അങ്ങ് കഴിഞ്ഞ് ഞാൻ 3 ഉമ്മയുടെ ലവ് ഇമോജി ഒക്കെ ഇട്ട് അങ്ങോട്ട് അയക്കുമ്പോ 5 ഉമ്മയും ലവ് ഇമോജിയും കൂടി ബ്ലും 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 പറഞ്ഞ് ഇങ്ങോട്ട് അയക്കും. അങ്ങനെ നേരം വെളുക്കോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോജി അയച്ചോണ്ടിരുന്നതാ ഞങ്ങള്. അതാ ഞാൻ ഇപ്പൊ വെറും മോജി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ചേട്ടാ, നിങ്ങൾ അവളായിട്ട് ചാറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾ ഏത് പെണ്ണുങ്ങളായിട്ടാ ചാറ്റ് ചെയ്യണത്? ഇതാണ് കുഴപ്പം. നമ്മളിപ്പോ അല്പം സ്വല്പം ഒത്തുപറയും ഇവളെ ചാറ്റ് ചെയ്യും. ഇവള് വിചാരിക്കുന്ന ഇതേപോലെ മറ്റു പെണ്ണുങ്ങളെ നമ്മൾ ചാറ്റ് ചെയ്യുന്നു. പിന്നെ അതിന്റെ പേരിൽ സംശയം അനുഭവം ഉണ്ട്, തലയാട്ടുന്നുണ്ട്. നിങ്ങൾ വേറെ വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾ ഇനി മക്കളുടെ വീട്ടിൽ നിൽക്കാൻ നിൽക്കണ്ട. നിങ്ങളുള്ള നേരത്തെ എന്റെ കൂടെ വീട്ടിലേക്ക് ഞാൻ വരത്തില്ല. എന്ത് കാര്യമില്ലാന്ന്? ഞാൻ വരത്തില്ലെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് ഞാനില്ലേ, നിങ്ങൾ കണ്ടു കൂടെ അഗ്നിസാക്ഷിയുടെയും നിറമുറയിലും താലി കെട്ടിയ എന്റെ ഭർത്താവിനെ തൊട്ടാൽ ഇറങ്ങിപ്പൊടി ഇവിടുന്ന്. ചേച്ചി, ആരടി നിന്റെ ചേച്ചി? ദിവ്യപ്രഭേ, ഞാൻ പറയണൊന്ന് കേക്ക്. ഈ നിക്കണ മനുഷ്യരില്ലേ എന്റെ കൂടെ ചാറ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾ എന്നെ പറ്റി എന്തുന്നാ പറഞ്ഞെന്നറിയോ? എന്തോ പറഞ്ഞ? ഞാൻ മോട്ടോർ സൈക്കിളാണെന്ന്, ഇവര് വെറും ലാമ്പിയാണെന്ന്. നിങ്ങൾ വെറും ലാമ്പിയാണെന്ന്. ഞാൻ ലാമ്പി? ഞാൻ ലാമ്പി? പക്ഷേ കാര്യം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ അടുത്തൊന്ന് പോകുന്ന എന്നെ കൂടെ കൂടിയ പിന്നെ ഇനി ഈ നിമിഷം വരെ ഒരൊറ്റ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടില്ല. അത് കറക്റ്റാ. സാധാരണ സ്ത്രീകൾ പോകുമ്പോ പുരുഷന്മാർ എവിടെയാണ് നോക്കുന്നത്? സ്ത്രീകളുടെ മുഖത്ത്. പക്ഷെ എന്റെ ചേട്ടൻ സ്ത്രീകളുടെ മുഖത്തല്ല വയറ്റില്, സ്ത്രീകളുടെ വയറ്റില്. അത് എനിക്ക് അല്പം സ്വല്പം മനസാക്ഷി ഉള്ളതുകൊണ്ട് ഞാൻ നോക്കണം. എന്തോ മനസാക്ഷി? അവര് വല്ല ആഹാരവും കഴിച്ചോ? അവരെ വയറ് ഒട്ടിക്കിടക്കുവാണോ? അവര് പട്ടിണിയാണോ? അവർക്ക് കഴിക്കാൻ വല്ലതും ഉണ്ടോ? ഇങ്ങനെയൊക്കെ നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. പെണ്ണുങ്ങൾ പട്ടിണി ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ പൊരി കൊണ്ട് കിടക്കുക. ഞാൻ അങ്ങോട്ട് നോക്കും, അവർക്കൊക്കെ ഞാൻ പൊരിയെ കൊണ്ടുവന്ന് കൊടുത്ത്. ഏതെങ്കിലും പെണ്ണുങ്ങള് പട്ടിണി കിടക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം. ഞാൻ സത്യം പറഞ്ഞ പെണ്ണുങ്ങളെ പറ്റത്താണ്, പെണ്ണുങ്ങളെ പറ്റത്ത്. എനിക്കും വേണ്ട, എന്റെ മക്കൾക്കും വേണ്ട. യവനാ വിളിച്ചോട്ടിറക്കിപ്പോ, എന്റെ സ്വഭാവം വിളിച്ചോട്ടിറക്കിപ്പോ. അങ്ങനെ പോകാനായി വന്നതല്ല, പോണേലി ഇങ്ങനെ കൊണ്ടേ പോകൂ. താലിയുടെ മുമ്പിൽ അഗ്നിസാക്ഷിയായി എന്നെ കെട്ടിയ എന്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് അടിച്ചമർത്തി കൊണ്ടുപോയ നീ പിടിച്ചിറക്കിയോണ്ട് പോടിയവനെ. കുഞ്ഞിക്കാലെ കാണാൻ വേണോ ഇങ്ങനെ ഞാനിപ്പ കൊണ്ടുപോകും. എന്റെ 4 മക്കളെ അനാഥരാക്കിയിട്ട് നാട്ടുകാരുടെ മുമ്പിൽ വിധവയാക്കി എന്നിൽ നിന്നും എന്റെ ഭർത്താവിനെ തട്ടി. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അവസാനം ഇങ്ങനെ ആക്കുമ്പോഴേ ഞാൻ നോക്കുവേ 2 പരിപാടിയാണ് ഒരേ സമയം വ്യാധിയിൽ കാണിച്ചത്. ചേച്ചി ഞാൻ ഇങ്ങനെ കൊണ്ടുപോളാം. എനിക്ക് ഒറ്റ കാര്യം മാത്രം, നിങ്ങൾ തമ്മിൽ ഇപ്പോഴും വല്ല ബന്ധമുണ്ടാ? ചാറ്റിംഗ് ഉണ്ടാ? എനിക്ക് ബന്ധമല്ല, വിളിച്ചെടുക്കണ. ഇല്ല. അപ്പൊ സത്യ ചേച്ചിനായിട്ട് ബന്ധമില്ലെങ്കിൽ പിന്നെ ഇയാൾക്ക് വേറെ ഏതോ പെണ്ണിനായിട്ട് ഭയങ്കര ചാറ്റിംഗ് ആണത്. ഇല്ലെന്ന് സത്യമില്ല. എന്റെ ജീവിതമേ തൊലച്ച്, ആപ്പിന്റെ ജീവിതവും തൊലച്ച്. ഇനി ഇത് പുതിയ ഉണ്ടോ ഇല്ലയോ? വിളിച്ചിറക്കണം പോ. ഇല്ലാന്ന് കാര്യം പറയട്ടെ. എനിക്ക് മറവീര രോഗമുണ്ട്. എന്നിൽ കീപാഡ് സെറ്റാണ് ഇരിക്കാൻ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ കണ്ട? ചാറ്റില്ലേ? ഇല്ല, ചാറ്റില്ല. എനിക്ക് ഒരു പെണ്ണുങ്ങളെ നമ്പരും എനിക്ക് ഓർമ്മയില്ല. രജനിയിലല്ല എല്ലാ നമ്പരും ഉണ്ട്. മയ്യനാട് ശശികല 97 46 65 62 60. അതെ,
ഇതെന്താ കക്ഷത്ത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അവർക്ക് ഇച്ചിരി ഇക്കിളി ഉള്ളത് അതുകൊണ്ട് അവിടെ ആലപ്പുഴ ചിത്തരഞ്ജൻ 97 46 86 86 62. അയ്യോ 94 46 27 81 82 തൃക്കുന്നപ്പുഴ ചാമള. 70 34 92 43 74 കല്ലറ ശാലിനി എന്റെ അനിയത്തി. ഞങ്ങൾ രണ്ടെണ്ണത്തിലെ ജീവിതം കളിച്ചാ പറഞ്ഞിട്ട് ഇത്രയും പെണ്ണുങ്ങളെ ജീവിതം നിറപറയുടെയും അഗ്നിയുടെയും മുമ്പിൽ താലി കെട്ടിയ ഭർത്താവിന് മാത്രമേ അതിനുള്ള അവകാശമുള്ളൂ. എനിക്ക് ശംഭു ചേട്ടന്റെ ഫീമെയില് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ ഇരുന്ന് ചിരിച്ചു. അവര് ചിരിച്ചു എന്ന് നമുക്കറിയാം. സോ സ്റ്റാർട്ടിംഗ് വിത്ത് പ്രചോദേട്ടൻ. സജി, ഓ. ശംഭു, ദീപ്തി, എന്തോ? എക്സ്ട്രാ ഓർഡിനറി സ്കിറ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി. അതായത് പൊളിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു സംഭവം നമ്മുടെ കയ്യിലിട്ട് കിട്ടിയത് പറന്ന് കളിക്കുക എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. 3 പേരും. ശംഭു, ബിഗ് സല്യൂട്ട് കേട്ടോ, അടിപൊളി. വളരെ സൈലന്റ് ആയിട്ട് നിന്ന് കളിക്കാം. ഇത് വേറെ ചില സ്ഥലങ്ങളിൽ വിളയാടാം. പക്ഷെ ശംഭു അങ്ങോട്ട് വന്ന് നിന്നിട്ട് ഈ ഇളക്കാന്ന് പറയും. അതായത് നമ്മളെക്കാൾ കൂടുതൽ ഇവിടെ ഇരുന്ന് കയ്യടി ഓഡിയൻസിനെ മേടിക്കുക എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ള, അവർ തകർത്ത് കയ്യടിയായിരുന്നു. മീനാക്ഷി പറഞ്ഞ പോലെ ശംഭുവിൻ്റെ ഫീമെയിൽ പോർഷൻസ് കളി ഭയങ്കര രസമാണ്, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. ഇതിൻ്റെ ഒരു ക്യാരക്ടറുള്ള നാടകം ബേസ് ചെയ്ത് തുടക്കം തൊട്ടുള്ള കയ്യടി എല്ലാം കഴിഞ്ഞിട്ട് രണ്ടാമത് ഇപ്പോൾ ദീപ്തി വന്നു, സജി അടുത്ത് വന്നതിന് ശേഷം അടുത്തൊരു എൻട്രി ഉണ്ട്. ആ എൻട്രിക്കൊക്കെ എന്തൊരു കാര്യം, അതെന്തൊരു പെർഫോമൻസ് അറിയോ, ഡയലോഗ്സ് കറക്റ്റായിട്ട് മീറ്ററിൽ വന്ന് നിറപറയും എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അതുപോലെ പിള്ളേരുടെ കണക്കുകളൊക്കെ പറയുന്നു. 4 പിള്ളേർ, പിന്നെ ഭർത്താവിൻ്റെ ചീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നു. എല്ലാം തുടക്കം മുതൽ ഒടുക്കം വരെ ശംഭു നിങ്ങൾ തകർത്താടുകയാണ്. നിങ്ങളുടെ ഒരു അസാധ്യമായ പെർഫോമൻസ് ആണ്. സജി, ഞാൻ ചിരിച്ചു പോയ സജി വളരെ മാന്യനായിട്ട് വന്നു സജിയുടെ കയ്യിലിരിക്കുന്ന പൊരി ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം കൊടുത്തു. അതിനൊരു ഉഗ്രൻ കൗണ്ടർ എന്നുള്ള പിന്നീടാണ് മനസ്സിലായത്. കാര്യം ശംഭു പറഞ്ഞു ഇയാളെ മുഖത്ത് നോക്കത്തില്ല, സ്ത്രീകളുടെ വയറ്റിലാണ് നോക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് സജി പറഞ്ഞു അവരെന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ, ഭക്ഷണം കഴിക്കാത്തവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കും, ഞാൻ വന്നപ്പോൾ തന്നെ കുറേ ആൾക്കാർക്ക് പൊരി കൊടുത്തെന്ന് പറഞ്ഞപ്പോഴേ, കാര്യം എല്ലാത്തിനും ഓരോ ഉദാഹരണങ്ങളുണ്ട്. കൗണ്ടറുകളൊക്കെ നല്ല രജിസ്റ്റർ ചെയ്ത് പോയി എല്ലാ കൗണ്ടറുകളും. പിന്നെ ദീപ്തി വന്നു, ദീപ്തിയുടെ പെർഫോമൻസ്, കൈകൊട്ടിക്കളി. ഇതിൻ്റെ ഇടയ്ക്ക് ഈ 2 പെർഫോമൻസിൻ്റെ ഇടയ്ക്കാണ് സജി പെട്ടുപോയിരിക്കുന്നത്. പിന്നെ ദീപ്തിയുടെ ആണ് നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. 3 പേരും, അതായത് ഒരു സ്കിറ്റ് എങ്ങനെ ഭംഗിയാക്കി കളിക്കാം അത് നിങ്ങൾ വൃത്തിയാക്കി തുടക്കം മുതൽ ഒരു കൗണ്ടർ പോലും പാഴാകാതെ വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് ചിരിക്കുക. ആ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം തൊട്ട് ഒടുക്കം വരെ അത് ചിരിക്കാൻ സാധിച്ചു. നിങ്ങൾ അത് നിലനിർത്തി നിങ്ങളുടെ പെർഫോമൻസ് അതുപോലെ നിങ്ങളുടെ ഗ്രേറ്റ് ആക്കി എന്നുള്ളതാണ് കേട്ടോ. 3 പേർക്ക് ഒരു ബിഗ് സല്യൂട്ട് തരാണ്. 3 പേരും അസാധ്യ ആർട്ടിസ്റ്റുകളാണ്. അടിപൊളി. ഓൾ ദി ബെസ്റ്റ് 3 പേർക്ക്. അടിപൊളി. ഇനി അടുത്തതായിട്ട് നമുക്ക് ബിജുക്കുട്ടൻ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ഗംഭീരമായിരുന്നു കേട്ടാ, നല്ല സ്കിറ്റായിരുന്നു. 3 പേരും ഒന്നിനൊന്നും വെച്ചിരുന്നു. ഒരിത്തിരി അല്പം കൂട്ടി പറയാന്നുണ്ടെങ്കിൽ അത് ശംഭുവിൻ്റെ കൈകളിലായിരുന്നു ഈ സ്കിറ്റ്. ക്യാരക്ടർ വന്നിട്ട് നമ്മൾ അത് രജിസ്റ്റർ ചെയ്ത് തകർത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടാമത്തെ ഒരു എൻട്രിക്ക് ചിലപ്പോൾ അത്രയും പഞ്ച് കിട്ടണം എന്നില്ല. പക്ഷേ ആദ്യത്തിലും ഗംഭീരമായിരുന്നു രണ്ടാമത്തെ എൻട്രി ഈ ശംഭുവിൻ്റെ. ഉഗ്രനായിരുന്നു അത്. കാരണം എവിടെയൊക്കെ എന്തൊക്കെ പറഞ്ഞെന്നുള്ളത് നമുക്ക് എടുത്ത് ഓർമ്മിക്കാനേ പറ്റണില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോവയെ പോയിട്ട് തെക്കിനീട്ട് എന്ന് പറയുന്നത്, അതെന്ത് കൗണ്ടറാണ് അത്. തെക്കിനി എന്നൊക്കെ പറഞ്ഞ് എന്ത് അല്ലേ, നമ്മള് ദൈവത്തെ പോലൊക്കെ കാണുന്ന ആളുകളൊക്കെ ഇരിക്കുന്ന സ്ഥലമല്ലേ ഒരു നാടകത്തിന്റെ ഭാഷയുണ്ട് തെക്കിനി. അതൊക്കെ ഭയങ്കര രസമുള്ള ഒരു സംഭവമായിരുന്നു. അതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ആക്ഷനിലും ഇങ്ങനെ ഒരു സാധാരണ ഒരു വീട്ടമ്മ നാടകത്തിന്റെ ഒരു പ്രേതം കയറിയാൽ എങ്ങനെയായിരിക്കും അതേപോലെ തന്നെ ആയിരുന്നു. പിന്നെ ഒരുപാട് ആക്ഷൻ കോമഡി ഉണ്ടായിരുന്നു. പിന്നെ സജിയുടെ കേസ് പറഞ്ഞ സജി നിങ്ങളൊരു വെറൈറ്റി സാധനം തന്നെ പിടിച്ചത്. നമ്മൾ ശ്രീനിവാസൻ ചേട്ടനൊക്കെ ശബരിമലക്കൊക്കെ പോയി വന്നപോട്ട് എവിടെയൊക്കെ പോയി എന്താ പ്രായച്ചിത്തം ചെയ്യുന്നൊക്കെ പറയില്ലേ, അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കരുതി നല്ല ആളായിരിക്കും എന്ന് കരുതി. കാരണം നിങ്ങൾക്കൊക്കെ പൊരി തന്നപ്പോ ഈ പൊരി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആദ്യത്തെ ഹിന്റാണ് പുള്ളിടാ. പൊരി വാങ്ങിച്ചവർക്കും തിന്നവർക്കൊക്കെ സുഖമാണ്. അല്ല, ഇവിടെ കുറച്ചുപേര് മുമ്പിൽ പൊരി വാങ്ങിച്ചായിരുന്നു, അവര് മിണ്ടുന്നില്ല. ആ ചേച്ചിയുടെ കയ്യിൽ ഇപ്പോഴും കൂട്ടി പിടിച്ചില്ല. കേട്ടപ്പോഴേ കളഞ്ഞു. 3 പേരും ഗംഭീരമായിരുന്നിട്ടാ. നല്ല ക്ലൈമാക്സും നല്ല സ്കിറ്റും ആയിരുന്നു. ഗംഭീരമായിട്ട് ചിരിക്കാണ്ടായിരുന്നിട്ടാ. ഭയങ്കര രസമുണ്ടായിരുന്നു. ഓക്കെ, അടിപൊളി, സൂപ്പർ. ഓക്കെ, അടുത്തതായിട്ട് ഇക്ക. അടിപൊളി. നല്ല സ്ക്രിപ്റ്റ് വർക്കാ, നല്ല രസമായിട്ട് നിങ്ങൾ ആ സാധനം എഴുതി ഒപ്പിച്ചിട്ടുണ്ട്. സാറിന് കള്ളക്കാമുകി വേണമെങ്കിൽ ആ ഒരു പാറ്റേണിലൊക്കെ, ഇതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ഉള്ളൊരു കാമുകിയാണ്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമർപ്പിക്കുന്ന പോലെ വിളിച്ചു വരുത്തി കയ്യിലേൽപ്പിച്ച് പൊക്കോ.
അതിലുള്ള അമർഷവും ദേഷ്യവുമാണ് ശംഭു എന്ന ഭാര്യയിൽ ഇവിടെ കണ്ടത്. അതിൻ്റെ മാനറിസങ്ങൾ അതെന്തൊക്കെയാണ് കാണിക്കുന്നത് പറയാൻ പറ്റിയല്ലോ. ഭാര്യം വട്ടുപിടിച്ചു പോയ അവസ്ഥയിലാണ് അതിൻ്റെ നിപ്പ്. അതിൻ്റെ മാനറിസങ്ങൾ ഏതൊക്കെ രീതി കാണിച്ചാലും അതെല്ലാം നമുക്ക് ഇഷ്ടപ്പെടും. അതാണ് ശംഭുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ ഒരു കളിയുടെ ആ പഞ്ചും നിങ്ങളുടെ ആ സപ്പോർട്ടും കൂടെ കൂടിയപ്പോഴാണ് ഇതിന് മൊത്തത്തിലുള്ള ഒരു രസം ഉണ്ടായത് കേട്ടോ. തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളൊരൊറ്റ മീറ്ററിലാണ് സാധനം പിടിച്ചു പോയത്. ആ ഒരു മീറ്ററിൻ്റെ ടെമ്പോ അങ്ങോ ഇങ്ങോ എവിടെയും കുറഞ്ഞിട്ടില്ല. അത്ര മനോഹരമായിട്ട് നിങ്ങളത് ആ സാധനം റോൾ ചെയ്ത് കൊണ്ടുപോയി. അതിൻ്റെ വിജയമാണിത്. അപ്പോൾ ഇതേപോലുള്ള സ്കിറ്റുകൾ, ഇതേപോലുള്ള കൗണ്ടറുകൾ, ഇതേപോലുള്ള ചിരി, ഇതാണ് നമുക്ക് ആവശ്യം. അതുമായിട്ട് വീണ്ടും വരിക. ടോട്ടൽ നന്നായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പം അവസാനമായിട്ട് ഇനി കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് നമുക്കറിയാം. സോ ലെറ്റ് മീ ബിഗിൻ വിത്ത് നസീർക്ക. ഞാനൊരു 16,000 രൂപ അങ്ങോട്ട് ആദ്യം കൊടുക്കുകയാണ്. ഓക്കെ, 16,000 രൂപ. ബിജുകുട്ടൻ ചേട്ടാ? അപ്പൊ ഞാൻ 1,000 രൂപ കൂട്ടി 17,000 രൂപ. ഓക്കെ, അപ്പൊ 33,000 രൂപയാണ് ഇപ്പോൾ ടോട്ടൽ ആയിരിക്കുന്നത്. ഇനി നമുക്കറിയാം പഞ്ചസ് എന്തെങ്കിലും അടിക്കുമോ എന്ന്. അതിരിക്കുന്നത് പ്രചോദേട്ടന്റെ കയ്യിലാണ്. ചേട്ടാ എനിക്കറിയാം, നടുക്ക് നിൽക്കുന്ന നമ്മുടെ സജിയുടെ വിഷമം എനിക്കറിയാം. നിഷ്കളങ്കനും പിന്നെ ഒരു ഭാര്യക്കാണ് ഇത്രയും കുട്ടികളും ഉണ്ട്. പിന്നെ പാവങ്ങൾ ഉണ്ടെന്ന് കടലിൽ കഴുകാനുള്ളതാണ്. ഗോവ പോവാനല്ലേ? പിന്നെ വേറെ കാര്യമുണ്ട്, പൊരി വാങ്ങിക്കണം. ഇതുകൂട്ടാ, പൊരി വാങ്ങിക്കണം. ഇനി നമ്പർ ടീഷർട്ട് മേടിക്കണം. ടീഷർട്ട് മുഴുവൻ നമ്പരും ഇല്ലേ, അതെല്ലാത്തിനും അർത്ഥം മനസ്സിലാക്കി ഇട്ടേക്കാം. പറയൂ, സിൽവർ പഞ്ച് കിട്ടിയിരിക്കുകയല്ലേ ഈ അസുലഭ നിമിഷത്തിൽ? എനിക്ക് പറയാനാണെങ്കിൽ ഇപ്പൊ കുറെ ഷെഡ്യൂളായിട്ട് നല്ല സ്കിറ്റ്, നല്ല സ്ക്രിപ്റ്റ്, നല്ല രീതിയിൽ ഒരുവിധം ചെയ്യാൻ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഫലം കിട്ടുന്നുണ്ട്. പിന്നെ ശംഭുവിന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ശംഭു കുറച്ച് ഷെഡ്യൂൾ ഇല്ലായിരുന്നു. ശംഭുവിന്റെ ഒരു റീ എൻട്രി പോലെയാണ് ഇന്നത്തെ എന്നത്. സത്യം പറഞ്ഞാൽ ശംഭു ഓടിച്ച വണ്ടിയിൽ ഞങ്ങൾ യാത്ര ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ശംഭുവിനൊരു നന്ദി, നമുക്ക് സന്തോഷം. അടിപൊളി. നമുക്ക് എന്താ പറ്റിയത്? അമ്മക്ക് ഇങ്ങനെ കാലിൽ 2 നീര് വന്ന് ഇങ്ങനെ പഴുത്ത് അവിടെ കുറച്ച് ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ സീസണും തുടങ്ങി. അതും കുറച്ച് പോയി 3 മാറി ഇങ്ങനെ നിന്നപ്പോ വന്നത് നല്ലൊരു ടീമിനെ കിട്ടി. ദൈവത്തെ എങ്ങനെയുണ്ട് അമ്മക്കിപ്പോ? കുഴപ്പമില്ല. ഓക്കെ, ദീപ്തിക്ക് സന്തോഷം. ദീപ്തി ചേച്ചി പറയണ്ടേ? അത് ഇതേ പറയുള്ളൂ, അതുകൊണ്ടാണ്. ഒരുപാട് സന്തോഷം നമുക്ക് എല്ലാവർക്കും. ഞാനും പറഞ്ഞു ചേച്ചി വെറൈറ്റി വിടി. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കണത് സൈച്ചേട്ടനും ഇവരൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് അതിൽ സങ്കടമൊന്നുമില്ല. കാരണം ഇപ്പൊ എന്താ സങ്കടം പറഞ്ഞു? അങ്ങനെയല്ല, എല്ലാരും ചോദിക്കും നിന്നെ എല്ലാരും ഇട്ടോണ്ട് ഇങ്ങനെ കളിയാക്കണത്. പക്ഷെ അത് നമ്മളോടുള്ള ഒരു കൂടപ്പുറപ്പം നല്ലൊരു സ്നേഹം കൊണ്ടിട്ടാണ്. കിറ്റ് പറഞ്ഞു തരാനാണെങ്കിലും എല്ലാം. എന്നാലും ഇത്തിരി സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ ഇല്ല, സങ്കടമല്ല, ചെറിയൊരു ബസ്മം. അയ്യോ അങ്ങനെയല്ല, നമ്മളെ കൂടെ ഇരുത്തി പറഞ്ഞു തരും. ഇപ്പം ഞാൻ പലപ്പോഴും ഇവിടെ ഫ്ലോറിൽ പറഞ്ഞിട്ടുണ്ട്, ചില സാധനങ്ങൾ, ചില ഡയലോഗുകൾ ഞാൻ പറയുമ്പോൾ മീറ്റർ വെക്കാറില്ല. ശമ്പണ്ണൻ ഇന്നിപ്പോൾ കുറേ പറഞ്ഞു തന്നു. അതുപോലെ സൈച്ചേട്ടൻ കൂടെ ഇരുന്ന് എൻ്റെ ഒപ്പം എന്തോ പിള്ളേരെ ഇരുത്തി പഠിപ്പിക്കണ പോലെ എനിക്ക് പറഞ്ഞു തന്നിട്ട് ശമ്പളം പറയാം, എടാ നീ പറയില്ല സജി, നീ അവള് പറയട്ടെ, നീ ആണല്ലോ അവിടെ മുഴുവൻ പറ, അങ്ങനെ ഇരുത്തി പഠിപ്പിക്കും. ദീപ്തിയാണ് പിള്ളേരെ കണക്കുന്നത്. ഞങ്ങൾക്ക് ദേഷ്യമാണ്, ഇത് പിള്ളേരല്ലോ, മനസ്സിലാക്കണില്ല എന്നുള്ള. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ടീമിൽ ചെയ്യാനായിട്ട്. ദീപ്തി ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ പോകാറില്ലേ? പോണ്ടല്ലേ, അതാണ് കാണുന്നുണ്ട് ബാക്കില്. അതിന്റെ അല്ല, വേറൊരു കാര്യം പറയും. ഇപ്പൊ അമ്പലത്തിൽ പോണ കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയണാണ്, നമ്മളെവിടെ ചെന്നാലും നമ്മുടെ പരിപാടിനെ കുറിച്ച് ചോദിക്കാൻ ആൾ ഒരുപാട് അമ്മമാരും പിള്ളേരും എല്ലാവരും. ഇപ്പൊ എവിടെ ചെന്നാലും നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ ഇപ്പൊ നമ്മൾ വേറെ പല ഷോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഇവിടെ വന്നതിൽ എന്താ പറയാ, ഒരുപാട് ഉയർച്ചകൾ മാത്രം ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിലാണെങ്കിലും. അതിനെനിക്ക് ഞാൻ എന്നും ഈ ചാനലിനോടും ഡയറക്ടറോടും മറ്റുള്ള ആർട്ടിസ്റ്റുകളോടും ജഡ്ജസിനോടും എല്ലാവരോടും കടപ്പെട്ടിരിക്കും. അത് എത്ര നന്ദി പറഞ്ഞാലും തീരൂല. അത് അത്ര കടപ്പാടുണ്ട്. കാരണം വണ്ടിക്കാശ് പോലും ഇല്ലാതെ ഗുരുവായൂർ പോകാൻ ഞാൻ നിന്നിട്ടുണ്ട്. ഞാൻ അത്രയും ഗതി കെട്ടിട്ട് എനിക്ക് ഒരു വഴിയില്ലാണ്ട് എൻ്റെ വയ്യായിക കൂടി എനിക്ക് മരുന്ന് കഴിക്കാൻ പറ്റൂല, ഭക്ഷണം കഴിക്കാൻ പറ്റൂല, വെള്ളം കുടിക്കാൻ പറ്റൂല, എനിക്ക് യൂറിൻ പോകൂല, എനിക്ക് ഒരു തരത്തിലും മരുന്ന് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഡോക്ടർ വരെ ചോദിച്ചു, ദീപ്തി മരുന്ന് കഴിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ കുടലിലൊക്കെ നിറച്ച് സിസ്റ്റുകളാ, കിഡ്നിയിലൊക്കെ നിറച്ച് സിസ്റ്റുകളാ. അപ്പൊ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, മരുന്ന് കഴിച്ച് എനിക്ക് വയറുവേദന വരും. വേദന കുറെ അവർ ഇഞ്ചക്ഷൻ എടുത്ത് വിടും എന്നല്ലാണ്ട് എനിക്ക് ഒരു ഗുളിക പോലും എനിക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ പറയണം. ഞാനൊരു 11 ദിവസം ഞാൻ ഗുരുവായൂർ പോയി ഭജന ഇരുന്നു. എൻ്റെ കയ്യിൽ ഇവിടെ നിന്ന് പോകുമ്പോ വെറും 200 രൂപയും കൊണ്ടാണ് ഞാൻ പോയത്. അപ്പൊ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളുടെ വീടുണ്ടായി, അവിടെ എനിക്ക് താമസ സൗകര്യം കിട്ടി. അന്ന് ഞാൻ അവിടെ ഭജന ഇരുന്ന് എൻ്റെ വയ്യായികയൊക്കെ കുറഞ്ഞു. അതെൻ്റെ ഒരു വിശ്വാസം. എനിക്ക് നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ.
പിന്നെ ഇന്ന് അവിടെ നിന്ന് വന്ന് കയറിയത് ഞാൻ ഈ ഫ്ലോറില. പിന്നെ ഇന്ന് വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട ഒരവസ്ഥ എനിക്ക് ഭഗവാൻ തന്നിട്ടില്ല. ഞാൻ തുറന്നു പറയാം, എനിക്ക് ഒരു 7 ലക്ഷം രൂപയോളം കടം വീട്ടാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അഭിമാനത്തോടുകൂടി പറയാം. അതൊക്കെ എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയ ഒറ്റ ഇതാ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പറയും, എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവൂല. ഓരോ കനൽ പാതകൾ താണ്ടവേ നീ മാത്രമേ. അതെ മീനാക്ഷി, ആദ്യമായിട്ടല്ലേ ഇപ്പൊ അമ്പലത്തിൽ പോണ കേസ് പറഞ്ഞത്? അത് നമ്മൾ കാര്യത്തിൽ ചോദിച്ചാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ഷെഡ്യൂൾ തുടങ്ങുന്നതിന് ഗ്രൂമിങ്ങിന് മുമ്പ് ഗുരുവായൂർ അമ്പലത്തിൽ എനിക്ക് തോന്നുന്നു വെളുപ്പിന് എത്ര മണിക്കാണ് പോണത്? ഞാൻ ഇവിടുന്ന് രാത്രി 7:30-8 മണിക്കത്തെ ട്രെയിൻ. രാത്രി ഇന്ന് വൈകിട്ട് പോയി കഴിഞ്ഞാൽ നാളത്തെ നിർമ്മാല്യം തൊഴാൻ വേണ്ടിയാണ്. 3:30 തൊഴുതിട്ട് 5:50 ട്രെയിനിന് ഞാൻ തിരിച്ചു വരും. എല്ലാ സ്കിറ്റുകൾക്കും അങ്ങനെയാണ് ചെയ്യണത്. അതുകൊണ്ട് ഞാൻ എടുത്തു ചോദിച്ചത് ഇപ്പൊ അമ്പലത്തിൽ പോവാറില്ലേന്ന്. അമ്പലത്തിൽ പോകുമ്പോഴും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഭഗവാനെ എനിക്ക് തൊഴിൽ തന്നാ മതി, ഞാൻ ചെയ്തോളാം. പക്ഷെ അത് ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യം കൂടി എനിക്ക് തന്നെ. കാരണം വയ്യാണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റൂല. അല്ലാണ്ട് എനിക്ക് ലോട്ടറി അടിക്കണമെന്നോ അല്ലെങ്കിൽ എന്നെ കുറെ കാശ് ആരും സഹായിക്കണമെന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ചോദിച്ചത് എന്താണ്? തൊഴിലാണ് ചോദിച്ചത്. അതെനിക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പൊ അതിലൂടെ എനിക്ക് എന്റെ കാര്യങ്ങൾ നടത്താനുള്ള പണവും എനിക്ക് ഭഗവാൻ തന്നെ ഉണ്ട്. ദീപ്തിയുടെ ഈ രണ്ടാമത്തെ എൻട്രി എന്ന് പറഞ്ഞല്ലോ, ഈ പല പല സ്കിറ്റുകൾ ദീപ്തിയുടെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ഇവിടെ വന്ന് നമ്മുടെ ഐറ്റം വേറെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞുള്ള സ്കിറ്റ് ഒരു ദീപ്തിയുടെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു അല്ലേ? നമ്മൾ പല പല സ്കിറ്റുകളിൽ മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞുള്ള റേഞ്ച് പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാശിയായിരുന്നു. നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. ആ പെർഫോമൻസിന് ആ വാശിയാണ് ഇന്നെനിക്ക് തോന്നി ഇന്നത്തെ എപ്പിസോഡ് പോലും അല്ലെ ഇന്നത്തെ സ്കിറ്റ് പോലും സിൽവർ പഞ്ചിൽ കൊണ്ടെത്തിച്ചിരിക്കും. നമുക്കത് നേടണം എന്നുള്ള വാശി. ശംഭു കളിച്ച പോലെ ലീഡ് ചെയ്തിട്ട് ഒരുപാട് സ്കിറ്റുകൾ സിൽവർ അടിച്ചിട്ടുണ്ടല്ലേ? സിൽവർ അല്ല, 1.5 വരെ അടിച്ചിട്ടുണ്ട്. ലീഡ് ചെയ്തിട്ട് അല്ലേ? ഗംഭീരം. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യുന്നവന്റെ ഒപ്പം എന്നും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും, ഭഗവാനും ഉണ്ടാകും. അപ്പൊ അതിന്റെ ഒരു സൈൻ തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ അടിച്ചിരിക്കുന്ന ഈ ഒരു സിൽവർ പഞ്ച്. 80,000 രൂപ ഇത് വരയ്ക്കാനൊക്കെ സുമിയും തൃക്കുന്നപ്പോഴും ശ്യാമൊക്കെ സഹായിച്ചു. ഫേക്ക് നമ്പർ അല്ലേ മൊത്തം? അല്ലല്ല, ഈ മയ്യനാട് ശശികല ശശാങ്കന ആലപ്പുഴ ചിത്തിര ചിത്തരഞ്ജൻ നമ്മൾ അമ്പലപ്പുഴ ചിത്തൻ ആണോ? പിന്നെ ഏതാണ്ട് ഈ തൃക്കുന്നപ്പുഴ ശ്യാമ, അത് ശ്യാമ, നമ്മൾ തൃക്കുന്നപ്പുഴ ശ്യാമ. പിന്നെ പൊഴിയൂര് ബിജിത, അത് പൊഴിയൂര് ബിജു. പിന്നെയുണ്ട് പാണാവള്ളി രാജേശ്വരി, അത് പാണാവള്ളി രാജേശ്വരി. എല്ലാ സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അവര് തന്നെ എഴുതിയത്. അപ്പൊ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഒരു ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു. ഇനിയും ഒരുപാട് പഞ്ചുകൾ അടിക്കട്ടെ. ബൈ. നാട്ടിലെ കോമഡിക്കാർ എന്ന സെഗ്മെന്റിലൂടെ നമ്മുടെ ഈ ഐറ്റം വേറെ കടഞ്ഞെടുത്ത കുറച്ച് മുത്തുകളാണ് അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത്. സോ നമുക്ക് സ്വാഗതം ചെയ്യാം സെലിൻ, സുധ ആൻഡ് നമ്മുടെ സ്വന്തം ജോൺസൺ ചേട്ടൻ. വേറെ എന്തു നല്ല കാഴ്ചകള്. അമ്മായിയമ്മ മരുമകൾക്ക് ചോറ് വാരി കൊടുക്കുന്നു, പുറം ചൊറിഞ്ഞു കൊടുക്കുന്നു, മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നു. സ്വപ്നങ്ങളെ മാത്രം. നിങ്ങൾ എന്തോ ഇവിടെ കാണിച്ചേ? എന്നെ പഠിക്കാനത് പോയാ മതി. നിങ്ങൾ എന്തോ ഇവിടെ കാണിച്ചേ? എനിക്കൊരു പ്രകാശമില്ല എന്റെ വീട്ടില്. എന്തുവാ അമ്മേ? എടാ, ഞാൻ ഒരു ഗ്ലാസ് പാല് കുടിച്ചാൽ ഇവിടെ കിടന്ന് എന്നെ കൊല്ല ചെയ്യുന്നത്. ഒരു ഗ്ലാസ് പാല് കുടിച്ചാനാണോ നീ അമ്മയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത്? എന്റെ കൊച്ചിന് കളർ വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് കാച്ചി വെച്ചിരുന്ന പാലായി അമ്മ എടുത്ത് കുടിച്ചത്. ഓ, അങ്ങനെയായിരുന്നു. എന്നാ എനിക്കിവിടെ ഇച്ചിരി കളർ വെക്കട്ടെടി. നാളെ പോലെ എനിക്ക് ഓരോ ഗ്ലാസ് തന്നോ കുങ്കുമപ്പൂ ഇട്ട്. പറയാൻ എന്നതാണ് നിങ്ങൾ ഈ കിടന്നോണ്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കരുത്. ഞാൻ ഉണ്ടാക്കുന്നില്ല. അതിന് അവളല്ലേ എല്ലാ വഴക്കും ഉണ്ടാക്കുന്നത്. എന്താ നീ പഴംപുരാണോ പറഞ്ഞോണ്ടേ ഇങ്ങനെ ഇതിലെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കും. കൊക്കുമുണ്ടി ഇരിക്കുന്ന പോലെ നീ ഈ പാടത്ത് ഇരുന്നാല് വല്ല കാര്യം അവിടെ നടക്കുവോ?
ഇവൻ ഗൾഫിൽ നിന്ന് കല്യാണം കഴിക്കാൻ മാത്രമായിട്ട് ഇങ്ങോട്ട് വന്നതാ. എന്നിട്ട് അവൻ ഇതുവരെ പോകത്തില്ല. പെണ്ണുമ്പിളയുടെ പേര് കഴിഞ്ഞിട്ടേ ഇനി കേറുന്നുള്ളത്. അവൻ എന്നാ വല്ല പണിക്ക് ഇവിടെ നടക്കുക അതും ഇല്ല. എന്തായാലും കാണിക്കട്ടെ. അമ്മയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, 2 കസാര ഇവിടെ കിടപ്പുണ്ട്. ഈ സെറ്റിയാൽ ഇരിക്കത്തില്ല, ഈ തറ മാത്രമേ ഇരിക്കുള്ളൂ. ഇത് തന്നെ നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം. എന്നെ കൊണ്ട് തറ വർത്താനൊന്നും പറയിപ്പിക്കല് കേട്ടാടി. അപ്പൊ എന്റെ ഭാഗ്യം നല്ലത് വരും. ഞാൻ വല്ലതും പറയും കേട്ടോ. നിങ്ങളുടെ അമ്മയോട് പറയണം മാള് ഊരി ഒറയിലിടാന്. ആളൂരി ഒറയിലിടാനോ? മാളിനെക്കാട്ടി മൂർച്ചയാ നിങ്ങളുടെ അമ്മയുടെ നാക്കിന്. അമ്മ പുലിമുരുകൻ കളിക്കുകയാണ്. എടാ അവിടെ എന്നാടാ പറഞ്ഞേ? എന്റെ നാവ് വാളാന്നോ? അവിടെ നാവ് വടിവാളാണ്. വടിവാള് പിടിക്കലാന്ന്. 8 മാസം ഗർഭിണിയായ ഞാന് ഓടിച്ചാടി നടക്കുവാ. ഈ തള്ള എന്തോ നാണക്കേടാന്നറിയാമോ? എനിക്ക് ചൊറിഞ്ഞ് കയറി വരുന്നുണ്ട്. അവിടെ എന്റെ മുന്നേ പറഞ്ഞു വിടറാ. അയ്യോ എന്റെ മോനെ, നീ മിണ്ടാതിരിക്കാവോ? ഞാൻ മിണ്ടായിരിക്കാം. അമ്മ മിണ്ടുവോ? ഞാൻ വേണ്ടൂടാ. കുടുംബജീവിതം എന്ന് പറയുന്നത് നമുക്ക് വിട്ടുവീഴ്ച മനോഭാവമൊക്കെ വേണം. പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യണം. വേണം. അമ്മേ, ഞാൻ കല്യാണം കഴിച്ചു. ഇന്ന് വരെ ഞാൻ ഇവളെ തല്ലിയിട്ടുണ്ടോ? അത് നീ അവക്ക് വിട്ടുകൊടുത്തേക്കുമല്ലേടാ. അവളല്ലേടാ നിന്നെ അടിക്കുന്നേ. ഇന്നലെ അണ്ണനുണ്ടല്ലോ പുറത്തു പോയ സമയത്തെ ഈ അമ്മ മിറ്റത്തിന് 4 വശം തപ്പി പറക്കി നടക്കുവാ. ഞാൻ ചോദിച്ചു എന്തിനാ അമ്മ ഇങ്ങനെ തപ്പി പറക്കുന്നേന്ന് ചോദിച്ചപ്പോ അമ്മ പറയുവാ എന്നോട് അമ്മയുടെ കൃഷ്ണമണി കണ്ടില്ലെന്ന്. കൃഷ്ണമണി കണ്ടില്ലേ? ഞാൻ വന്നേ. എടാ നിനക്ക് വേണേ ഇങ്ങോട്ട് വേണം. ഞാൻ ഗൾഫിൽ കിടന്ന് അറബിയുടെ ആട്ടും തുപ്പും കാണിച്ചാ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോ പടവേളിച്ച് പന്തളത്തി ചെന്നപ്പോ പന്തം കൊളത്തിയ ഒരമ്മ. അയ്യോ ആ കണ്ണിഞ്ഞ് കാണിച്ചേ. എന്താണോ ഇതാണോ LED ബൾബിനകത്ത് 2 കരിവണ്ടിരിക്കുന്ന പോലെ കൃഷ്ണമണി ആണ്ടിരിക്കുന്നു? ഇയാളാ പോയെന്ന് പറഞ്ഞത്. എടാ നമ്മുടെ ആട്ടുകുഞ്ഞിന്റെ പേരെന്നാടാ? കൃഷ്ണ. അതിന് ഞാനൊരു മണി മേടിച്ച് കെട്ടി. അത് കാണാതെ പോയി. അത് ഞാൻ കടത്തിലെ തിരക്കി നടന്നതിനാ ഇവള് പറഞ്ഞത് എന്റെ കൃഷ്ണമണി തപ്പുവാ നമ്മളോട് പറഞ്ഞു. നിനക്ക് തെറ്റി, എന്റെ അമ്മയ്ക്ക് തെറ്റത്തില്ല. എടാ നിന്നോട് ഞാൻ നോക്കിയും കണ്ട് നല്ല ചുണ്ണാമ്പ് മേടിച്ചോണ്ട് പറഞ്ഞോന്ന് പറഞ്ഞാ ഇതിപ്പോ ചുക്കിനും കൊള്ളത്തില്ല ചുണ്ണാമ്പിനും കൊള്ളത്തില്ല. ഞാൻ ചുണ്ണാമ്പ് മേടിച്ചിട്ടില്ല. പിന്നെ അടുക്കളയിലിരുന്ന സാധനം പിന്നെ എന്താ ചുണ്ണാമ്പ്? അണ്ണോട് മാറിയ ഞാൻ നോക്കട്ടെ. ഇതെന്തുവാ അമ്മേ ഇത്? അയ്യോ ഇന്നലെ അണ്ണൻ എനിക്ക് കുഴിമന്തി വാങ്ങിച്ചോണ്ട് വന്നില്ലായിരുന്നു. അതിനകത്ത് മയോണീസ് അമ്മ എടുത്ത് ചുണ്ണാമ്പ്. എന്റെ അമ്മ എപ്പോഴാ ഈ വെറ്റ സഹിതം കൊണ്ട അതൊന്നും കഴിക്കരുത്. കുറച്ച് നാളൂടെ എനിക്ക് കാണണം. എങ്ങനെയാ ബാക്കിയുള്ളവര് കഷ്ടപ്പെട്ട് 10 മാസം ചമല് തുടങ്ങി ഇത്ര എലിക്കുഞ്ഞ് പോലെ ഇത്ര അതിനെ ഞാൻ ഈ എലിക്കുഞ്ഞ് പോലെ ഇരുന്ന അവനെ കാര്യം ചോദിച്ചോട്ടെ, പെറ്റിട്ടപ്പോഴേ അണ്ണ എലിക്കുഞ്ഞിന്റെ കൂട്ടിരിക്കുവായിരുന്നോ അമ്മേ? അങ്ങനെയൊന്നല്ല, ഞാൻ പഞ്ചിന് പറഞ്ഞ പൊടി കൊടുത്തു. അത്ര ഉണ്ടാകുന്നുള്ളു. എന്റെ ഈ വയറ് മുറുക്കി കൊടുത്ത് കഷ്ടപ്പെട്ടാ ഞാൻ ഇവരെ ഇത്രയാക്കിയത്. ഇപ്പൊ അവരൊരു പെണ്ണും കെട്ടിച്ചു കൊടുത്തപ്പോ അവനെ കാണാൻ വേല എന്നെ കാണാൻ വേല. ഇനി ഇടിക്കരുത്. പക്ഷേ ഉണ്ടല്ലോ എല്ലാ അമ്മമാരും പറയുന്നത് എന്നാന്നറിയോ? 10 മാസം ചുമന്നു. ഞാനൊരു തെറ്റ് തിരുത്താൻ പോവാ. 9 മാസവും 7 ദിവസവും ഉള്ളൂ. നീ വെച്ചിട്ടുണ്ടോടാ? ഇല്ല, നീ വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടില്ല. 9 മാസം കഴിഞ്ഞ പിന്നെ 10-ാം മാസം. ഈ 10-ലല്ല 7 ദിവസം വരുന്നേ. അങ്ങനെ എല്ലാരും 10 പറയും. 40 വട്ടം ഈ അമ്മ എന്നോട് പറയുന്നത് എന്തോന്നറിയാമോ? അണ്ണനെ മാസം തികയാതാ പ്രസവിച്ചെന്ന് കേട്ടോ. ഇപ്പൊ അതാ 10 മാസത്തിന്റെ ഒരു കണക്കൂടെ പറഞ്ഞോണ്ട് വരുന്നു. നീയാണോടി എന്റെ പേരെടുത്ത്? ആവശ്യമില്ലാത്ത പറഞ്ഞോണ്ട് എന്നെ എന്റെ ജീവിതം പിശാചിനും കടലിനും ഇടയ്ക്കായി പോയല്ലോ ദൈവമേ. ആരാടാ പിശാച്? ഞാനാടാ പിശാച്? അല്ല, അമ്മയല്ല പിശാച്. അമ്മയല്ല പിശാച്. ഞാനാണോ നിങ്ങളുടെ പിശാച്? നീയല്ല പിശാച്. ഞാനാ പിശാച്. അണ്ണനിങ്ങനെ ചൂടാവണ്ട. ഇങ്ങോട്ട് വന്നേ. നീ എന്നെ പിടിക്കരുത്. അണ്ണൻ ഇങ്ങനെ ചൂടാവണ്ട. കണ്ണം നോക്കട്ടെ. എന്തുവാ? ഈയിടെയാ നിന്നെ ശ്രദ്ധിക്കുന്നത്. എന്തുവാ അണ്ണാ? കണ്ണിലൊന്നും അധികം വ്യക്തമായ ഒന്നുമില്ല.
എല്ലാം നീ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. നടക്കുവാ. ഫ്രിഡ്ജിനകത്ത് പയറ് മുളപ്പിച്ചുകൊണ്ടായിരുന്നല്ലോ. 2 ദിവസമായി ഫ്രിഡ്ജിൽ ഞാൻ ആ പയറ് മുളപ്പിച്ചത് വെച്ചെന്ന് നോക്കുക. അത് കാണുന്നില്ല. ഇവിടെ ആരാണ്ട് എടുത്ത് തിന്നോന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നെയല്ലേ പറഞ്ഞത്? എന്നെയാ പറഞ്ഞത്. അയ്യോ, ഫ്രിഡ്ജിന്റെ അകത്തോട്ട് കൊണ്ട് കുറെ സാധനം കയറ്റി വെക്കും. കഴിഞ്ഞ വർഷം ഓണത്തിന്റെ സാമ്പാർ വരെ അതിനകത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത് തുറന്ന് നോക്കിയപ്പോ അയ്യോ, മുളപ്പിക്കാൻ വെച്ച പയറെല്ലാം കൂടി അങ്ങ് വള്ളിയായി പൂവിട്ട് നിൽക്കുന്നു. ഞാൻ പിന്നെ അതെടുത്തോണ്ട് ഒരു തടം വെട്ടി അവിടെ അത് ഇട്ടിട്ട് പന്തലും ഇട്ട് ആണ്ടര പൂവുണ്ട്, കായുണ്ട്, അവിടെ ഇലയുണ്ട്, കുറെ പറിച്ച് നീ എന്തിന് നിന്റെ പെണ്ണുപിഴയ്ക്കും കൊടുക്കണം. എന്നെ നിങ്ങൾ കേൾക്കണം. എന്റെ ഈ തോർത്തെടുക്കാൻ അവിടെ അലമാരി തുറന്ന് എല്ലാം കൂടി എന്റെ പുറത്തോട്ട് ഞാൻ കണ്ടല്ലോ ആ താഴെ വീട്. അതിൻ്റെ ഇടയ്ക്കൊന്നും എങ്ങനെയാ പൊങ്ങി വന്നെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇപ്പം എനിക്ക് ഇരുന്നാൽ എണീക്കാനും വയ്യ, നിന്നാൽ നടക്കാനും വയ്യാത്ത അവസ്ഥയായി. അത് കണ്ടിട്ട് ഇവനെ പോലും ഒരു കാലത്തോടെ ചകളിയാക്കുന്നത്. അണ്ണ എപ്പോഴും എപ്പോഴും പറയും കുമ്പു കുമ്പു. വേറെ അടുത്ത പെണ്ണിനെ കുമ്പും കൂടെ പഠിപ്പിക്കാൻ പോവുക. അണ്ണാ കുമ്പു എന്ന് പറഞ്ഞ അമ്മ കേൾക്കും. ഷോർട്ട് ഫോം ആ കുങ്കുമപ്പൂ. അത് പെതുക്കെ പറഞ്ഞ അണ്ണ പോയി വാങ്ങിച്ചോണ്ട് പോവാ. ആണല്ലേ വാങ്ങിച്ചോണ്ട് വരാം. എടാ, ഉള്ള പൂവെല്ലാം മേടിച്ച് അവക്ക് കൊടുത്തിട്ടേ അവസാനം നീ കണ്ടോ, ഈ ഞാനാ പറയുന്ന അവള് നിന്റെ ചെവിയെ ചെമ്പരത്തി വെച്ചതല്ലേ നടത്തും. നീ അമ്മ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഞാൻ ദൈവത്തെ ഓർത്ത് പറയുക. ഒരു മകനോ മരുമകളെയോ ഇങ്ങനെ രാഗരുതോ. ഇങ്ങോട്ട് വാ. അവരോട് സംസാരിച്ചു ഒന്നും പറയാൻ പറ്റില്ല. കൊച്ചു വർത്താനങ്ങോ ഇവിടെ ചാടി കളിക്കുന്നു. വയറ്റി കിടക്കുന്ന അതിന് മനസ്സിലായി അവിടെ സ്വഭാവം. ചവിട്ട് അവക്കിട്ട് അത് വെളിയിൽ വന്നു കഴിയുമ്പോ ഇവരെ ചവിട്ടി കൊട്ടു. അമ്മേ, ഗോവിന്ദപുരത്തിലെ മാമനാന്ന് ഓർത്തിരിക്കുന്നു. എന്റെ ആങ്ങളെ വിളിക്കുന്ന വിട്ടേച്ച് പോടി. മോനെ ഗോപി, എന്നടാ പറയടാ. ഏതാണ്ട് ഒപ്പിക്കോ. ആണോ മോനെ? ചേച്ചിക്ക് സന്തോഷമായി. ആണോ? പൊക്കോളൂ, ഒരു പ്രശ്നമില്ല, ഞാൻ പറഞ്ഞു വിട്ടോളാ. ശരി മോനെ, ശരി എന്നാ. ശരി മോനെ. എടാ, ഗോപി മാമനെ വിളിച്ചേ. സാർ റെഡി ആയിട്ടുണ്ട്. അടുത്ത മാസം ആദ്യം തന്നെ കയറി പൊക്കോണോന്ന്. അമ്മേ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഇവിടെ പ്രസവം കഴിഞ്ഞ് കൊച്ചിനെയും കാണാതെ ഞാൻ പോകുന്ന വിഷയമില്ല. എടാ, നീ പറഞ്ഞിട്ടല്ലേടാ നമ്മുടെ പ്രമാണം കൊണ്ടൊന്ന് ഞാൻ ബാഗി കൊണ്ട് വെച്ചിട്ട് നിന്റെ പെങ്ങളെ കെട്ടിച്ചു വിട്ടത്. ഇനി അതെങ്ങനെ എടുക്കും? ഞാനിനി എന്നാ ചെയ്യാൻ? ബാങ്കുകാരും ഈ വീട് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാ നീയൊക്കെ വല്ലയിടത്തോടെ പിന്നെ വാടക വീട്ടും എടുത്ത് നടക്കും. ഞാൻ എവിടെയായാലും ഇറങ്ങി പോവാ. അണ്ണ വാടക വീടെടുത്താലേ അണ്ണന് വാടക കൊടുക്കാൻ വല്ല വരുമാനം ഉണ്ടണ്ണ. എടി, എന്റെ ബാങ്ക് ബാലൻസ് ഒരു ശകലവും കൂടെ ഉണ്ട്, അതെടുത്ത് അങ്ങ് കൊടുക്ക്. എടാ, അതിവിടെ പ്രസവം കഴിയുമ്പോ തീരും. പിന്നെ നീ തെണ്ടി നടക്കും, തെണ്ടി. അണ്ണാ, അമ്മ എപ്പോഴും എന്നോട് പറയും നീ അവനെ പിടിച്ചു വെച്ചേക്കുന്നെന്ന്. ഞാൻ പറഞ്ഞു വിട്ടില്ലെങ്കിൽ എന്റെ തല കയറി തീയിരിക്കും. അല്ലെങ്കിൽ നീ ഒറ്റ ആടി ഇവനെ ഇവിടെ അടയിരുത്തിയേക്കുന്നത്. തന്നെയാ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്തുവാ? ഞാന് ഗൾഫിൽ പോകുന്നുണ്ട്. മര്യാദയ്ക്ക് നോക്കൂ. നീ വേഗം ഒരുങ്ങി നിന്റെ മാമന്റെ അടുത്തോട്ട് ആ സാധനമൊക്കെ എടുത്തോണ്ട് ചെല്ല്. എന്തോ പാസ്പോർട്ടോ അതിന്റെ സർട്ടിഫിക്കറ്റും എടുത്തോണ്ട് വേഗം സ്ഥലം വിടും. ഇന്ന് തന്നെ ചെല്ലണോ? ഇപ്പൊ തന്നെ എല്ലാം കൊണ്ട് കാണിക്കേ. ചെല്ല്. സമാധാനായല്ലോ. ഞാൻ പൊക്കോട്ടെ? ഓടാ, ഞാൻ പോവുക. നീയും കാല് മാറി. എന്നാലും എന്റെ അമ്മ ചെയ്തത് വലിയൊരു വിഷമായി പോയി. എന്താന്ന് വെച്ചപ്പോ എന്റെ അമ്മ ഇത്ര പെട്ടെന്ന് ജോലിക്ക് പറഞ്ഞു വിടായിരുന്നു കേട്ടോ. കരച്ചില് കണ്ടില്ലേ? എന്നാലും എന്റെ അമ്മ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത്ര പെട്ടെന്ന് അണ്ണനെ പറഞ്ഞു വിടുവോന്ന് ഞാൻ വിചാരിച്ചില്ലമ്മേ. പിന്നല്ലാതെ എന്റെ മകനല്ലേ അവൻ. അവനെ ഏത് രീതി വിടണോന്ന് എനിക്കറിയാടി. കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഒട്ടും പോകത്തില്ല. അണ്ണ വീട്ടിൽ കയറി അടയിരിക്കാമേ. അതേടി, പോകത്തില്ല. അതല്ല എന്റെ ചിട്ടി പിടിച്ച പൈസക്ക് ഞാൻ ആ പ്രമാണമൊക്കെ എടുത്ത് പറഞ്ഞ അവൻ ഇവിടെ കിടക്കും, പിന്നെ പോകത്തേ ഇല്ല. എന്നാലും എന്റെ അഭിനയ കുലപതി സിംഗമേ, എന്റെ അമ്മയമ്മേ, അയ്യോ എന്തൊരു അഭിനയമായിരുന്നു ഇതില്ലോ. നിന്റെ അഭിനയം കുറഞ്ഞതൊന്നും അല്ലായിരുന്നു. എന്റെ പൊന്നോ, നല്ല വെടിച്ചില്ല സ്കിറ്റ്. എനിക്ക്
എന്താ പറയാ, അമ്മായിയമ്മയ്ക്ക് ഒരു ഹഗ് അങ്ങ് കൊടുത്തേക്കാം അല്ലേ? അയ്യോ, ഇങ്ങനെ എന്താ പറയാ, കടുകിട്ടാ പൊട്ടണ പോലത്തെ ഒരു അമ്മായിയമ്മ. ഇതേപോലത്തെ ഒരു അമ്മായിയമ്മയൊക്കെ ഉണ്ടെങ്കിൽ ജീവിതം അങ്ങ് കളറാകുമായിരിക്കും എല്ലാ ദിവസവും. ബിജുക്കുട്ടൻ ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു? ജോൺസൺ ചേട്ടാ, സെലിൻ ചേച്ചി, സുധ, ഉഗ്ര സ്കിറ്റായിരുന്നട്ടാ. അടിപൊളിയായിരുന്നു. ഭയങ്കര രസമായിട്ട് ആ പാട്ടിനോടനുബന്ധിച്ചുള്ള കുറച്ച് ആക്ഷനുകളും കാര്യങ്ങളും, ഒരു മകള് ഗർഭിണിയാവുമ്പോൾ കൊടുക്കുന്ന ആ ട്രീറ്റ് എല്ലാം നല്ല ഗ്രാൻഡായിട്ട് അമ്മായിയമ്മയും മരുമോളും അത് നന്നായിട്ട് ചെയ്ത്, അതിന് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സ്വപ്നമാണെന്ന് കരുതിയത്. ആ സ്വപ്നമാണെന്നുള്ളത് പുള്ളിക്കാരൻ ജോൺസൺ ചേട്ടൻ സ്വപ്നം കാണുന്ന. അപ്പം നമുക്കതിനകത്തൊരു വെറൈറ്റി തോന്നി, അത് കൊള്ളാമല്ലോ. കാരണം ഇങ്ങനെയല്ല, ഇനിയിപ്പോൾ മറ്റേ പഴയ പോലെ തന്നെ ആയിരിക്കുള്ളൂ. ഈ പഴയ പോലെ തന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് അമ്മായിയമ്മയും മരുമോളുള്ള ഒരു പോര്, പക്ഷേ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പോരായിരുന്നു കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയല്ല. അവസാനം കാണിച്ചൊരു ക്ലൈമാക്സ് ഉണ്ടല്ലോ, ഗംഭീര സാധനം വരുന്നത്. ഒരിക്കലും ഈ മോനെ ഇവിടുന്ന് ജോലിക്ക് പറഞ്ഞേക്കാനുള്ള ഒരു ട്രിക്കാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാനേ പാടില്ല കേട്ടോ. അതൊരു ഗംഭീര ക്ലൈമാക്സ് ആയിരുന്നു അത്. ബാക്കി ഇവർ പറയട്ടോ, ഗംഭീരമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നന്നായിരുന്നു, നല്ല രസമായിരുന്നു. പ്രത്യേകിച്ച് നടുക്ക് നിൽക്കുന്ന ചേച്ചി ഗംഭീരമായിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഓവർലാപ്പ് വരാതെ സൂക്ഷിക്കണം. കാര്യം അങ്ങനെ പറഞ്ഞു പോയാലും നല്ല നല്ല കൗണ്ടർ ആയിരിക്കും ഒരു പക്ഷേങ്കിൽ അതിൽ മുങ്ങിപ്പോകുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നമ്മൾ കൊടുത്തിട്ട് അടുത്തയാൾ പറഞ്ഞാൽ മതി. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലുണ്ടല്ലോ, നിങ്ങൾ ഈ വേദിയിലെ മുത്തായിരിക്കും. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം കുറച്ച് സ്റ്റേജുകളെ ആയുള്ളൂ. ആ ആയ സമയം കൊണ്ട് ഇത്രയ്ക്ക് ഒപ്പിച്ചെടുക്കാമെങ്കിൽ കുറേ കാര്യങ്ങളോട് ശ്രദ്ധിച്ചാൽ, എല്ലാ കാര്യത്തിലും സ്ക്രിപ്റ്റിലെ, ആക്ടിങ്ങിലെ, മോഡുലേഷനിലെ ഓരോ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഒരു മെയിൻ താരങ്ങളാകും. അത് ഉറപ്പാണ്. ഇപ്പം താരമാണ്, പക്ഷേ അതിലും മേളിലാകും. ഗംഭീര സ്കിറ്റാണ്, നല്ല സ്ക്രിപ്റ്റിംഗ് ആണ്. ആരാണ് നിങ്ങൾക്ക് നമ്മുടെ ഇവിടുന്ന് തന്നാണോ അതോ? അല്ല, ഞങ്ങൾ 3 പേരുടെ ആലോചിച്ച് ആദ്യം എഴുതിയതാണ്. ബാക്കിയുള്ള സപ്പോർട്ടൊക്കെ. അപ്പോൾ അതേപോലെ ഇനിയും സ്വന്തമായിട്ട് സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. അതിവിടെ കൊണ്ടുവരിക, അവിടെ പോളിഷ് ചെയ്യുക, വെച്ചലക്കുക, ഇഷ്ടം പോലെ കാശ് കിട്ടുക, അത് വാങ്ങിച്ചുകൊണ്ട് പോവുക. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം ഇതുപോലുള്ള നല്ല സ്കിറ്റുകളുമായിട്ട് വീണ്ടും നിങ്ങൾ 3 പേരെയും പ്രതീക്ഷിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. സെലിൻ ചേച്ചി, സുധ പൊളിച്ചടിക്കുക കേട്ടോ. അടിപൊളിയാണ്. കാര്യം ഒരു ഉമ്മ അങ്ങ് തരികയാണ്, അത്രമാത്രം ഇഷ്ടപ്പെട്ടു. സാധാരണ ചില കഥാപാത്രങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ സ്കിറ്റായിട്ട് കളിച്ചു പോകുന്നു. നിങ്ങൾ 3 പേരും ഉണ്ടല്ലോ, 3 കഥാപാത്രങ്ങളായിട്ട് ജീവിക്കുന്നതായിട്ട് നമുക്ക് തോന്നി. അതായത് 3 കഥാപാത്രങ്ങൾ നിന്ന് പെർഫോം ചെയ്യുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സെലിൻ ചേച്ചി ആ പുലിമുരുക മറക്കത്തില്ല. പിന്നെ നിങ്ങൾ ഈ സുധയും സെലിൻ ചേച്ചിട്ടുള്ള ആദ്യത്തെ കൗണ്ടറുകളൊക്കെ ഭയങ്കര രസമാണ്. കാര്യം ഒരു വഴക്ക് എങ്ങനെ ഉണ്ടാക്കാമോ അത് നിങ്ങളത് ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾ 3 പേരും നല്ല ആർട്ടിസ്റ്റുകളായി മാറി. 3 പേരും ഗംഭീര ആർട്ടിസ്റ്റുകളായി. പിന്നെ എന്താ പറയുന്നത്, ഇനിയും നിങ്ങളിത് കളിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. കാര്യം നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് പോലും ഒരു ഡൗട്ടും ഇല്ലാതെ, സെലിൻ ചേച്ചി ഒരു രക്ഷയില്ല കേട്ടോ. സെലിൻ ചേച്ചി അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. കാര്യം നിങ്ങളത് ഈ നെഞ്ചത്തടിയൊക്കെ ഉണ്ടല്ലോ, ഒരു വീട്ടിൽ നമ്മൾ കാണുന്ന ഒരു അടിയായിരുന്നു. അടിച്ച് നെഞ്ചത്തടിക്കും, പിന്നെ പ്രസവിക്കുന്ന മാസം പറയുന്നു. പിന്നെ നമ്മൾ ഈ ആദ്യം നിങ്ങൾ കളിച്ച് വന്ന ഒരു കുറേ സ്കിറ്റുകളായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ നിന്ന് ഫാർ ബെറ്ററായി ഇപ്പോൾ എനിക്ക് തോന്നുന്നു 100% ക്ലിയറായ 3 ആർട്ടിസ്റ്റുകളായി മാറിയിരിക്കുകയാണ്. അത് നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങളുടെ ഒരു പെർഫോമൻസിൻ്റെ ഗുണവുമാണ്. ഗ്രേറ്റ്. നല്ല കിഡിലൻ കോംപ്ലിമെന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല കിഡിലൻ മാർക്സും കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ നമുക്ക് ബിജുക്കുട്ടൻ ചേട്ടൻ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചേട്ടാ, ഞാനൊരു 10,000 രൂപ കൊടുക്കാം. ഓക്കെ, ചേട്ടൻ 10,000 ആണ് തന്നിരിക്കുന്നത്. പ്രചോദേട്ടാ? അപ്പൊ ഞാനും കുറയ്ക്കുന്നില്ല, 10,000 രൂപ ഞാനും തന്നു. ഓക്കെ, 10-10 20 ആണ് നിലവിലുള്ള സ്കോർ. ഇനി ബാക്കി ഇരിക്കുന്നത് നസീർക്കയുടെ കയ്യിലാണ്. ബാക്കി ഇതാ കൺഗ്രാറ്റുലേഷൻസ്, 60,000 രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? അടിപൊളി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് വീണ്ടും കാണാം. Till then, this is me Meenakshi Sudhir signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.